ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എനിക്ക് സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഓലൻ. നല്ല സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഒരു വലിയ നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും ചേരുവകയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഓലൻ തയ്യാറാക്കുമ്പോൾ കുമ്പളങ്ങ ഈ രീതിയിൽ വേണം അരിഞ്ഞ് ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് കട്ടി പാടില്ല. ഈ രീതിയിൽ അരിഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങളും നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും പിന്നെ തേങ്ങാപ്പാൽ, അതായത് രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. രണ്ടാം പാലും മൂന്നാം പാലും ഒഴിക്കാം. അതിൽ നന്നായിട്ടൊന്ന് നമ്മുടെ കുമ്പളങ്ങയും ഈ ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ കുമ്പളങ്ങ വേവാനായിട്ട് ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓലൻ പല രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ചില ആൾക്കാർ ഇതിനകത്ത് വൻപയർ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വൻപയർ ചേർക്കാത്തത്. ഈ രീതിയിൽ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ വളരെ സട്ടിലായിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് എരിവ് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ 2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങാപ്പാലും അതുപോലെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാൽ ചേർക്കേണ്ട സമയമായി. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കണ്ട. കാരണം ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഓലൻ്റെ ഫ്ലേവർ അങ്ങ് മാറിപ്പോവും. നല്ല കട്ടിയുള്ള ഒന്നാം പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൈ വെച്ച് ഞെരടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ഓലനിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊട്ടുകൂട്ടാനാണ് ഓലൻ. ഓലൻ നല്ല കട്ടി തേങ്ങാപ്പാലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി, അതുപോലെ തന്നെ വടുക് പുളിയൻ, കാളൻ എല്ലാം തലേ ദിവസം ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇതൊരിക്കലും നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങ് പോയിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഫ്രഷായിട്ട് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓണസദ്യയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കേട്ടോ ഈ ഓലൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.